പിന്നെ ഈ പറഞ്ഞ ഐ ടി റിട്ടേണിനെ കുറിച്ച് പറഞ്ഞ പോലെ പലർക്കും സംശയമുണ്ട്. ഇപ്പോൾ തൊഴിലില്ലാത്ത ഒരാളാണ്, എനിക്ക് പൈസ ഒന്നും എൻ്റെ അക്കൗണ്ടിൽ അങ്ങനെയൊന്നും വരുന്നില്ല, ഞാൻ റിട്ടേൺ ഫയൽ, പക്ഷെ നില്ലാണെങ്കിലും റിട്ടേൺ ഒരു വ്യക്തി ഫയൽ, ഒരു ഇന്ത്യൻ പൗരൻ ഫയൽ ചെയ്യേണ്ടതല്ലേ? അതിന്റെ ഫയൽ ചെയ്താലുള്ള ഗുണങ്ങളും ചെയ്തില്ലെങ്കിലുള്ള ദോഷങ്ങളും എന്തൊക്കെയാണ്? ഫയൽ ചെയ്താൽ നമ്മളൊരു ട്രാക്ക് റെക്കോർഡ് നമുക്ക് വരും, നമുക്ക് നല്ലൊരു പഠനം നടത്താൻ പറ്റും. അതാണ് അതിൻ്റെ പ്രധാനം. നമുക്ക് നമ്മളെ കുറിച്ചിട്ടൊരു പഠനം നമ്മൾ നടത്തണമല്ലോ. പിന്നെ ഇങ്ങനെ വിദേശത്തൊക്കെ ഇപ്പോൾ എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ പോകണമെങ്കിൽ പല വിദേശ രാജ്യങ്ങളും നമ്മുടെ ഐ ടി റിട്ടേണിന്റെ ഡീറ്റെയിൽസ് സമർപ്പിച്ചാൽ മാത്രമേ വിസ പോലും കൊടുക്കുന്നുള്ളൂ, ബിസിനസ്സുമായി ബന്ധപ്പെട്ടൊക്കെ പോവുകയാണെങ്കിൽ. ഈ ഇന്നത്തെ കാലഘട്ടത്തിൽ സാമ്പത്തിക തട്ടിപ്പുകൾ നടത്തുന്ന ഒരു പ്രതിഭാസമാണ്. അപ്പോൾ അതൊന്നും ഇല്ല എന്ന് നമുക്ക് നമ്മളെ പ്രൂവ് ചെയ്യുന്നതാണ് ശരിക്കും ഈ ഐ ടി ആർ റിട്ടേൺസ്. നമ്മളെല്ലാം ഗവൺമെൻറ്റിന് അനുസൃതമായിട്ടാണ് ഇവിടെ നികുതി കൊടുത്ത് ജീവിക്കുന്ന ഒരു പൗരൻ ആണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണത്. അപ്പോൾ നമ്മൾ പറഞ്ഞ ഐ ടി റിട്ടേൺ ഫയൽ ചെയ്യണതിൻ്റെ ഗുണങ്ങൾ നമ്മൾ പറഞ്ഞു. ഇനി അത് ഫയൽ ചെയ്തില്ലെങ്കിൽ ഉള്ള ദോഷങ്ങൾ എന്തൊക്കെയാണ്? ദോഷങ്ങൾ എന്നൊന്നും പറയാനില്ല, കാരണം ചെയ്താൽ ഗുണം മാത്രമേ ഉള്ളൂ. കാരണം നമ്മൾക്ക് നമ്മളെ കുറിച്ചിട്ടുള്ളൊരു ബോധ്യം കൂടി വരും. ഞാനെന്നൊരു വ്യക്തി, ഒരു യുവാവ്, ഇത്രയും പഠിച്ചു, ഇത്ര വളർന്നു, ഇത്ര വിദ്യാഭ്യാസം, എന്നിൽ നാട്ടുകാർക്കുള്ള പ്രതീക്ഷ, വീട്ടുകാർക്കുള്ള പ്രതീക്ഷ, അപ്പോൾ എൻ്റെ സ്വന്തം ബാലൻസ് ഇത്രയൊക്കെയാണ് ഉള്ളത്. സർക്കാരിന് എന്തെങ്കിലും പൈസ കൊടുക്കണമെങ്കിൽ എനിക്ക് വരുമാനം ഉണ്ടാക്കിയിട്ട് വേണമല്ലോ. അത് അവനവൻ്റെ ഉത്തരവാദിത്തത്തെക്കുറിച്ചൊന്ന് ബോധ്യപ്പെടുത്താൻ നല്ലതായിരിക്കും. അതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അല്ലെ, പലവരുടെ വിചാരം ടാക്സ് അടയ്ക്കുന്നവർ മാത്രം ഫയൽ ചെയ്താൽ മതി എന്നുള്ളൊരു തെറ്റിദ്ധാരണയുണ്ട് നമ്മുടെ നാട്ടിൽ. ശരിക്കും അങ്ങനെയല്ല, അത് സീറോ വരുമാനമാണെങ്കിലും നമ്മൾ ചെയ്യണം എന്നുള്ളതാണ്. നമ്മളിപ്പോൾ പൗരാവകാശത്തിന് വേണ്ടി മുറവിളി കൂട്ടുമ്പോൾ പൗരൻ്റെ കടമയും കൂടി നിർവഹിക്കണമല്ലോ. അതെ, അതിൻ്റെ ഭാഗമാണ് ഐ ടി ആർ ഫയൽ ചെയ്യേണ്ടത്. പക്ഷെ എന്നിട്ട് പോലും 140 കോടി ജനങ്ങളിൽ ഇന്ത്യയിൽ കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയർ എൻ്റെ ഒരു അറിവ് ശരിയാണെങ്കിൽ 7%, 8% പേര് മാത്രം, അല്ല 7 കോടിയോ 8 കോടിയോ, അതായത് 10% പേര് പോലും ഐ ടി റിട്ടേൺ ഫയൽ ചെയ്യുന്നില്ല. അതായത് ഒരു 40% ദരിദ്രരെ മാറ്റി നിർത്തിയാൽ ബാക്കി ഒരു 60 കോടി കൂട്ടാം. 60 കോടി 10,000 രൂപയ്ക്ക് മുകളിൽ വരുമാനമുള്ള ജനങ്ങളുള്ള നമ്മുടെ നാട്ടിൽ, ഇന്ത്യൻ മഹാരാജ്യത്ത് അത്ര പോലും അതിൻ്റെ ഒരു 10% പേര് ഒരു റിട്ടേൺ ഫയൽ ചെയ്യുന്നില്ല. അതെന്തുകൊണ്ടാണത്? അത് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് സത്യത്തിൽ നമ്മൾ 50 വർഷം കഴിഞ്ഞ ഒരു രാജ്യം ഈ വക കാര്യങ്ങളിൽ ഇപ്പോഴും LKG UKG ആണ് പ്രാക്ടിക്കലായിട്ട് നോക്കുമ്പോൾ. ഒന്ന്, പോലീസ് സ്റ്റേഷനും ബാങ്കും സർവ്വസാധാരണ ജനങ്ങൾക്ക് ഒരുപോലെ ഭീതിയാണ്. ബാങ്കിൽ പോകുക എന്നുള്ളത് പേടിയായിരുന്നു. ഇന്ന് ജൻധൻ യോജന വന്ന സമയത്ത് അക്കൗണ്ട് നമുക്ക് പുറകെ ഒന്ന് പിടിപ്പിച്ചാൽ പോലും ഇന്നത്തെ എത്ര ശതമാനം ആളുകൾ ഫ്രീ ആണെങ്കിൽ പോലും ഫ്രീ അക്കൗണ്ട് പറഞ്ഞിട്ട് പോലും തുടങ്ങിയിട്ടില്ല. കാരണം അങ്ങനെ ഒരു കൾച്ചർ നമ്മുടെ ജനങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. ബാങ്കിൽ പോകുന്നത് ഒരു എബവ് ആവറേജുള്ള പണക്കാരുടെ മാത്രം ഒരു മേഖലയാണ് എന്നങ്ങ് ഉള്ളൊരു അലിഖിതമായ നിയമം പോലെ സ്വന്തമായിട്ട് ഒരു സ്ലേവ് മൈൻഡ് കൊണ്ടുകിടക്കുന്ന ഒരു മനോഭാവമാണ്. അതിൽ നിന്ന് ബ്രേക്ക് ചെയ്ത് മുന്നോട്ട് വന്നപ്പോഴാണ് ഇത്രയെങ്കിലും ഇത് വർദ്ധിച്ചത്. അപ്പോൾ ഐ ടി ആർ ഫയൽ ചെയ്ത് നിങ്ങൾ ആദ്യം ചോദിച്ച പോലെ ഇതിൻ്റെ ഗുണവും, ഈ ഐ ടി ആർ ഫയൽ ചെയ്തത് മുഴുവൻ രാജ്യത്തോടുള്ള സ്നേഹത്തിൻ്റെ പേരിലല്ല. MSME രജിസ്റ്റർ ചെയ്ത് ലോൺ എടുക്കാൻ നേരത്ത് ഇത് വേണമെന്ന് ബാങ്കുകാർ മാൻഡേറ്ററി പറഞ്ഞുകൊണ്ട് മാത്രം ചെയ്തതാണ്. രാജ്യത്തോട് പ്രതിബദ്ധത കുറച്ച് നികുതി കൊടുത്തേക്കാമെന്ന് വിചാരിച്ചതല്ല, ഗതിയില്ലാണ്ട് ചെയ്തു പോയതാണ്. പക്ഷേ ഇന്ന് പുതിയ ഒരു തലമുറ വരുമ്പോൾ ഇപ്പോഴത്തെ ഡിഗ്രി PG എല്ലാം കഴിഞ്ഞ് ഇറങ്ങുന്നവർക്ക് കുറച്ചുകൂടി ഒരു നാഷണാലിറ്റി ഈ തരത്തിൽ പ്രാക്ടിക്കൽ ലെവലിൽ വരുന്നുണ്ട്. അത് വരും വർഷങ്ങളിൽ കൂടി വരും എന്നുള്ളതാണ്. നമ്മൾ കാർഷിക രാജ്യമാണ് ഇന്ത്യ. ഇപ്പോൾ അതിൻ്റെ 2ാം സ്ഥാനത്തേക്ക് നമുക്ക് MSME പ്രൊജക്റ്റുകൾ കയറി കഴിഞ്ഞ ബഡ്ജറ്റിൽ. അതിൻ്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ കൃഷി ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഇത്ര നാൾ പിടിച്ചു നിന്നത്. ഇനി കൃഷിയെ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് തന്നെ അതിനൊരു ഇൻഡസ്ട്രിയൽ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്തു. അവിടെ നിന്ന് എൻഡ് കസ്റ്റമറിലേക്ക് എത്തിക്കുന്ന ഒരു ബിസിനസ് ലൈനിലേക്ക് ഓരോ പൗരനും വളർത്തിയെടുക്കുന്ന രീതി വരികയാണ്. അപ്പോൾ ഈ 7 കോടി ജനങ്ങൾ എന്നുള്ളത് ഒരുപക്ഷെ അടുത്ത 2 വർഷത്തിനുള്ളിൽ 15 കോടിയിലേക്കൊക്കെ പെട്ടെന്ന് ട്വിസ്റ്റ് ചെയ്ത് പോകാം. കാരണം നമുക്ക് ഡിജിറ്റൽ ലിറ്ററസി ഓരോ ഗ്രാമങ്ങളിലും ഉണ്ട്, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ. കാരണം ഓൺലൈൻ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാത്ത ഒരു കുട്ടി പോലും നമ്മുടെ കേരളത്തിലില്ല. ഏത് വനവാസി ഊരിലെ കുട്ടികളാണെങ്കിൽ പോലും മടി കൊണ്ട് മാറി നിന്നിട്ടുണ്ടാവാം നെറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷേ കേരളത്തിലെങ്ങും നെറ്റ് ഡാറ്റ കവറേജ് ഇല്ലാത്ത ഒരു സ്പേസ് പോലും ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഇത് പ്രതീക്ഷയായിട്ട് നമുക്ക് തന്നെ കാണാം.